പ്രയോറിറ്റി അല്ലേ? ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് പ്രയോറിറ്റി. നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും ആർക്കാണ് ഏറ്റവും പ്രയോറിറ്റി നൽകുന്നത്? ഹായ്, വെൽക്കം ടു ഈവനിങ് എഡിറ്റ് വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിങ്ങനെ ചിന്തിച്ചപ്പം എന്തിനെക്കുറിച്ച് നമുക്ക് ഈവനിങ് എഡിറ്റിൽ സംസാരിക്കാം എന്നിങ്ങനെ ചിന്തിച്ചു. അന്നേരം എനിക്ക് തോന്നിയതാണ് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഇന്ന് നമ്മൾ ഏറ്റവും അധികം പ്രയോറിറ്റി നൽകേണ്ടത് സത്യം പറഞ്ഞാൽ ആർക്കാണ്? ഇപ്പം അമ്മമാരൊക്കെ ആണെങ്കിൽ പറയും കുട്ടികൾക്കാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലേ. നമ്മളെ ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്കായിരിക്കും നമ്മൾ പ്രയോറിറ്റി നൽകുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവന് തന്നെയാണ് ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഞാനത് പറഞ്ഞപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് എൻ്റെ അടുത്ത് വിയോജിപ്പുണ്ടാവും. പക്ഷേ എപ്പോഴും ആലോചിച്ച് നോക്കുക, നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ഹോബീസും എല്ലാം ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. അവർക്ക് പ്രയോറിറ്റി കൊടുക്കാം, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ കിടക്കാൻ നേരത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ദിവസം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ സോളിന് ഒരു സോൾ ഫുഡ് പോലെ നിങ്ങൾ എന്താണ് കൊടുത്തത്? നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഡിസിഷൻസും ഒക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ ചില പോയിന്റിലൊക്കെ നമ്മൾ അവരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് ഇതിങ്ങനെ ഒരു ഡെയിലി റുട്ടീനായി പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ഫസ്റ്റ്. ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകളുണ്ട് അവരൊരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ പോലും മറ്റൊരാൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തി. നമ്മുടെ ലൈഫ് ഒരു മിററാണെങ്കിൽ അത് അവരുടെ നേരെ തിരിച്ചു വെച്ച് ആ റിഫ്ലക്ഷൻസാണ് അവർ ആ മിററിലൂടെ കാണുന്നത്. ആ മിറർ ഒന്ന് പതുക്കെ എടുത്തിട്ട് നമ്മുടെ നേരെ തിരിച്ചു വയ്ക്കുക. എന്നിട്ട് ആ മിററിലൂടെ നമ്മളെ തന്നെ ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരാളുടെ മെസ്സേജും ഒരാളുടെ കോളും ഒരാളുടെ പ്രസൻസും അല്ല നമ്മുടെ ലൈഫിൽ സന്തോഷം, സമാധാനം ഇതെല്ലാം കൊണ്ടുവരേണ്ടത്. നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന 1000 കാര്യങ്ങളുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ ചില ആളുകളിലേക്ക് നമ്മളൊരു ഡിപ്പെൻഡൻ്റ് ആയി പോവുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്കിത് വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം. ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. പക്ഷേ ഈ പ്രയോറിറ്റിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴും വേറെ ചില മനുഷ്യരെ നമ്മളവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സമാധാനം. അയാൾ എന്നോട് സംസാരിച്ച ഞാൻ ഹാപ്പിയാണ്, അയാളുടെ ഒരു കോൾ വന്ന് ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ആ ഫ്രണ്ട് അവളുടെ കുറച്ച് സമയം എനിക്ക് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. എത്ര നാള് മറ്റുള്ളവരുടെ ഒരു സമയം കിട്ടി, അല്ലെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഈ പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈവൻ ഈ സംസാരിക്കുന്ന ഞാൻ പോലും ഒരു സമയത്ത് അങ്ങനെയായിരുന്നു, പീപ്പിൾ പ്ലീസർ ആയിരുന്നു. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നൊരു കാര്യം. ഓക്കെ, അവൾക്ക് സന്തോഷമായി, സോ എനിക്ക് സന്തോഷമായി. ബട്ട് ഇതേപോലെ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ സന്തോഷിപ്പിച്ചിട്ട് അവരതിൽ നിന്ന് സന്തോഷം കണ്ടെത്തും? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, മറ്റൊരാളെ നമ്മുടെ ലൈഫിൻ്റെ കീ അവരെ കൈ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വയ്ക്കുക. കുറച്ചൊക്കെ ആവല്ലേ. ഇപ്പം ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാതെ എത്ര വലിയ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ പുറകെ നടന്ന് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവർക്കൊരു ലൈഫുണ്ട്, നമുക്കും ഒരു ലൈഫുണ്ട്. ഇത് രണ്ടും ഒന്നല്ല, രണ്ടാണ്.
നിങ്ങളും അവരെ പോലെ ഒരു കുട്ടിയായി ജനിച്ച് ജീവിച്ച് ഒരു അമ്മയായി അല്ലെങ്കിൽ ഒരു അച്ഛനായി, മകനായി, മകളായി, സഹോദരനായി ഒക്കെ ജീവിച്ച ആളുകളാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട ഒരു ഫേസിലൂടെ നിങ്ങൾ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കാതെ ജസ്റ്റ് ബി യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ് വിത്ത് സോ മച്ച് ഓഫ് പീസ് ആൻഡ് ഹാപ്പിനെസ്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് അതേപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ആയിരിക്കും. ബട്ട് ഓൾവേസ് കീപ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. സോ മറ്റൊരു ടോപ്പിക്കുമായി, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.